എന്താണ് ഈ മാന്യത? ആരാണ് ഈ മാന്യൻ? ആരുമില്ലാത്ത വീട്ടിൽ കുളിമുറി കുറ്റിയിട്ട് ഒറ്റയ്ക്ക് കുളിക്കുന്നവനാണോ മാന്യൻ? അല്ല, അയാൾ കുളിമുറിയിൽ എന്ത് ചെയ്യുന്നു എന്നതിലല്ലേ മാന്യത? എങ്കിൽ ഏത് കുളിമുറിയിലും കുറ്റിയിട്ടും കുറ്റിയിടാതെ ഈ ജോർജ് സാറ് കുളിക്കും. റാഗിങ് ഒക്കെ നമ്മളും ചെയ്തിട്ടുണ്ട്. എന്നാലും ഇത്തിരി പോന്ന ക്രാവിന്റെ അടുത്ത് പാവാട പൊക്കണം, ഷഡ്ഡിയും വെള്ള പുള്ളി കാണണം എന്നൊക്കെ പറയുന്നത് എന്തുട്ട് റാഗിങ്ങടാ മൂരിയെ. ഒരു നമ്മുടെ സിസ്റ്റേഴ്സ് ആട്ടാ. ഓ, ഈ റാഗിങ് സീനിയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കണ്ടോരം വരകിയാല് ഈ പൂള കണ്ടിച്ച് മൂരിന്റെ ഒപ്പം വിൽക്കും. കാര്യം നമ്മള് മൂന്നാളുള്ളൂ, പക്ഷെ മേത്തോട്ടാ തീർത്തോളണട്ടാ. ജെയ്സനാ പറയണേ, കേട്ടിട്ടുണ്ടാവും വരാല് ജെയ്സൺ. എന്റെ തൊണ്ടയില് ബാക്കി ശ്വാസം ഉണ്ടെങ്കി നിന്റെയൊക്കെ വീട്ടിൽ കയറി പണിയും ജെയ്സൺ, ഉടുമടക്കം. ഞാൻ ആർക്കാടാ തുടണ്ടേ? ആർക്കാ തുടണ്ടേ? ആർക്കാണ് കൊടുക്കണ്ടേ? നീ ആരടാ? നിന്നെ കണ്ട അന്ന് ഞാൻ നിനക്ക് ഓങ്ങി വെച്ചതാ. നീ ഇവിടെ ഡിസ്മിസ് ചെയ്യോടാ? നീ പുറത്തെന്നെ കുറിച്ച് അന്വേഷിക്കുന്നത് നല്ലതാ. പേര് ആന്റണി, എന്നയുടെ ലോക്കൽ ഗാർഡിയൻ. ആരാടാ? ആരെന്റെ അപ്പനതല്ലേ? എനിക്ക് എന്തെങ്കിലും പ്രശ്നം തീർക്കടാ. ഏത് സുനി? ആരുടെ സുനി? സുനിയുടെ തട്ടി. നീ ആരുടെ ഡോണാ? ഞാനവിടെ ഡോണ്, ഡോൺ സെബാസ്റ്റ്യൻ. അനങ്ങിയ പൊട്ടി, അനങ്ങില്ലേലും പൊട്ടി. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് എന്റെ കിളി പോയി സാറേ. കിളി പോയെന്ന് പറഞ്ഞാല് നമ്മുടെ ഉള്ളിലുള്ള കിളികളൊക്കെ ഇല്ലേ, അത് മൊത്തം ഇങ്ങനെ വെളിയിലോട്ട്. ട്ടോ ഇങ്ങനെ ഒരു റീൽ കാണുന്നത്. സൂപ്പർ എൻട്രി. ഇവരെ ഇനി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഇവരുടെ വീഡിയോസ് ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഹായ് സനൽ. ഹായ്. ശരിക്കും സ്ഥലം എവിടെയാണ്? എന്റെ വീട് തൃശ്ശൂരാണ്. ഇത്ര പാവമായിരുന്നോ സനല്? ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ഗംഭീര ക്യാരക്ടേഴ്സും റീൽസിലൊക്കെ കാണുമ്പോ ഭയങ്കര അടിപൊളിയാണല്ലോ. നല്ല എക്സ്പ്രഷൻ ആണ്, ഗംഭീരമാണ്. വെരി ഗുഡ്. സനലിന് ഒരു ചെറിയ കലാശാല ബാബു ചേട്ടന്റെ ഒരു ചെറിയ. ശരി, വീട്ടിലായിരിക്കാ ഉള്ളത്? വീട്ടില് അച്ഛൻ, അമ്മ, ഞാൻ. ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയി. എത്ര വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നു? അങ്ങനെ വേണം ഇനി ചോദിക്കാൻ. ഞാനിപ്പോ ഓൾമോസ്റ്റ് ഒരു 10 വർഷത്തോളായി. ഡബ് സ്മാഷില് തുടങ്ങിയതാണ്. പിന്നെ അത് ടിക്ടോക്ക് ആയി, റീൽസ് ആയി, പിന്നെ ഷോർട്ട് ഫിലിംസ്, സീരിയല് എല്ലാം. സിനിമ ഏതാ മോനെ? സിനിമ പറഞ്ഞാൽ തമിഴ് ഒരു സിനിമയിൽ അഭിനയിച്ചു, എന്ന് പറഞ്ഞിട്ട്. റിലീസായി. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനി അടുത്ത ജീസിനെ പരിചയപ്പെടാം. ഹായ് ജീസ്. ഹലോ. നല്ല പേരാട്ടോ ജീസ്. പേര് നല്ലത്, ആളെ കാണാനും ഭയങ്കര പാവം തോന്നും. പക്ഷെ ചെയ്തതാ അതെ ചെയ്തതാ മറ്റേ തോക്കല്ലടുത്ത്
ആരടാ ഡോൺ? ഞാനടാ ഡോൺ. ആ ഭയങ്കര അടിപൊളി. അതും സ്പെക്സ് വെച്ചിട്ടില്ലായിരുന്നു അത് വന്ന് ചെയ്യുമ്പോ. അപ്പൊ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോഴേ ഈ വ്യക്തിനെ ഞാൻ ഏത് റോളിലാണ് കണ്ടേ എന്നുള്ള രീതിയിലായിരുന്നു. സോ ഹൗ ഡു മേക്ക് ദിസ് കണ്ടന്റ് കാര്യങ്ങളൊക്കെ? കാരണം ഇന്ന് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഡേ ആണ്. അപ്പൊ നിങ്ങളെ പോലത്തെ ആൾക്കാരെ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് അത് ചോദിച്ചറിയാൻ ഒരു ആഗ്രഹമുണ്ട്. റാൻഡംലി നമ്മൾ ഏതെങ്കിലും സിനിമ കാണുമ്പോഴാണോ അതോ എങ്ങനെയാ അത്? നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് കാണുകയാണെങ്കിൽ നമ്മളത് ക്യാരക്ടർ റോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമുണ്ടാവുമല്ലോ അല്ലേ? അതന്നെയല്ലേ അൾട്ടിമേറ്റ് ഗോൾ. യാ ഓക്കെ. ഹായ്, ഹലോ, പേര് സച്ചിൻ. സച്ചിൻ സെബാസ്റ്റ്യൻ. സച്ചിൻ സെബാസ്റ്റ്യൻ. എവിടെ സ്ഥലം എവിടെയാ? എന്റെ വീട് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം. ഇടുക്കിക്കാരനാണ്. അടിപൊളി. വീട്ടിലായിരിക്കുന്നുണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, 2 ചേച്ചിമാരുണ്ട്, പിന്നെ 2 മാരികളാണ്, ഒരു കുഞ്ഞുണ്ട്. ആഹാ. അപ്പൊ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ഹ്യൂമർ ടച്ച് പിടിച്ചത് സച്ചിനാണ്. അത് സച്ചിൻ വന്നപ്പോ തന്നെ അഖില് പറഞ്ഞു ഇവൻ ചെയ്യാൻ പോകുന്ന ഹ്യൂമർ ആയിരിക്കും. ഭയങ്കര ക്യൂട്ടായ ലുക്കായിരുന്നു. അതെ, ഭയങ്കര ക്യൂട്ടായിരുന്നു. സച്ചിൻ എങ്ങനത്തെ വീഡിയോസ് ആയിരുന്നു കൂടുതലും ചെയ്തിരുന്നത്? ആ ഒരു ജേർണി ഒന്ന് പറയാമോ? ഞാനും 2019 +2 തൊട്ടാണ് ലൈക്ക് ടിക്ടോക്കിലായിരുന്നു കൂടുതൽ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 1 ഇയർ അത് ചെയ്ത് അതിൽ കൂടുതൽ ലിപ്സിംഗ് വീഡിയോസ് ആണല്ലോ. അങ്ങനെ 1 ഇയറിന് ശേഷം ടിക്ടോക്ക് ആപ്പ് ബാനായി. നേരെ ഞങ്ങൾ യൂട്യൂബിൽ കയറി. അവിടെ നമ്മുടെ പരിപാടികളൊക്കെ വർക്കൗട്ടായി. ഇതുപോലെ ലൈഫിൽ നടക്കുന്ന റിലേറ്റബിൾ കോമഡി കണ്ടന്റ്സ് അത് ശരിക്കും വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കവർ സോങ്സും അപ്ലോഡ് ചെയ്യാറുണ്ട്. ലൈക്ക് പാട്ട് പാടും. ലിപ്സിംഗ് അല്ലല്ലോ, പാട്ട് പാടുമല്ലോ. ഓൺ വോയിസ്. ഇപ്പോൾ ഓൺ വോയിസ് കണ്ടന്റ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓൾ റൈറ്റ്. യെസ്. ഹായ് ബിബിൻ. ഹലോ, വെൽക്കം. താങ്ക് യു. ബിബിനെ എനിക്കിത് ഈ ഒരു ഇങ്ങനെ ഒരു നോക്കുമ്പോഴല്ലോ നമ്മുടെ ഫഹദ് ഫാസിലിന്റെ ഒരു ലുക്ക് എനിക്ക് ഫീൽ ചെയ്തു നേരിട്ട് നിൽക്കുമ്പോ. എനിക്കെന്തറിയോ, ഇപ്പോഴും അവൻ പ്രകാശ് വർമ്മയെന്ന് ഇറങ്ങിയിട്ടില്ല. ജോർജ് സാർ ഹലോ ഹലോ. ശബ്ദം. അതെ, എന്ത് ചെയ്യുന്നു? അതായത് കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നറിയാം, അല്ലാതെ എന്താ ചെയ്യുന്നേ? ഞാൻ പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളത് പറഞ്ഞു. ഞങ്ങള് പറഞ്ഞു ഒരു പോലീസ് ഒക്കെ ചെയ്യാൻ കിട്ടില്ല വന്നു. പോലീസിലാണോ സാർ? പറയൂ സാർ, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഏത് സ്റ്റേഷനിലാണ്? എന്റെ വീട് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടമാണ്. സച്ചിൻ, നമ്മൾ ഒരു നാട്ടുകാരാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഇടുക്കി തന്നെയാണ്. ഇടുക്കി തന്നെയാണ്. ഏത് സ്റ്റേഷനില്? സ്റ്റേഷൻ ആയിട്ടില്ല, ക്യാമ്പിലാണ്. ക്യാമ്പിലാണ്. അതാണ് ചേട്ടൻ അറിയാത്തത്. ഏത് ചേട്ടൻ? എല്ലാ സ്റ്റേഷനിലും ചേട്ടന് കേസ് ഉണ്ട്. ലൈസൻസ് ഇല്ലാതെ ഇന്ന് കേരളത്തിൽ വണ്ടി ഓടിക്കുന്ന ഒറ്റ ആളുകൾ ഇവിടെ ഭർത്താവ്. 1 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ്. അടിപൊളി. വീട്ടിലായിരിക്കാനുള്ള? വീട്ടില് അച്ഛനമ്മ, വൈഫുണ്ട്, കുഞ്ഞുണ്ട്, പിന്നെ ചേട്ടത്തി പിള്ളേര് ആണ്. വൈഫൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണോ ഈ കാര്യത്തിൽ? അതെ, വൈഫ് അതുപോലെ തന്നെ അച്ഛനമ്മ എല്ലാവരും സപ്പോർട്ടാണ്. ആണ്. അവരും ഹെൽപ്പ് ചെയ്യാറുണ്ടോ റീൽസിലും കണ്ടന്റിനും ഒക്കെ? ഇല്ല, അവരെ ഇതുവരെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എങ്ങനെ നിൽക്കുന്നു? സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. അല്ല, സപ്പോർട്ട് ചെയ്യാമല്ലോ, ജോലി ഉണ്ടല്ലോ. ഇതിന്റെ ഗ്യാപ്പിലല്ല അദ്ദേഹം ചെയ്യുന്നത്. അതെ. ബിബിൻ, ഞാൻ നേരത്തെ പറഞ്ഞു ഫഹദ് ഫാസിലിനെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ. അപ്പൊ എന്റെ ഒരു ആഗ്രഹം ഞാൻ പറയട്ടെ, നമുക്ക് ഫഹദ് ഫാസിലിന്റെ മൂവിയുടെ ഒരു ക്ലിപ്പ്, ഒരു റീൽ ചെയ്യാൻ പറ്റുമായിരിക്കോ? ചെയ്യാം. എനിക്ക് ഫഹദ് ഫാസിലിനെ കാണണം. നമുക്ക് നേരെ നോക്കി ഫഹദ് ഫാസിലിന്റെ ഒരു റീൽ ചെയ്താലോ? ചെയ്യാം. ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. ലോഡ്ജ് പോലത്തെ ഒരു വീട്ടിലേക്ക് ഒരു പെൺകൊച്ചിനെ തരിക എന്ന് പറയുന്നത്, സൈസാർ എന്റെ പൊസിഷൻ മനസ്സിലാക്കണം. ആ പാവപ്പെട്ട 3 പെണ്ണുങ്ങൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എന്താ ചെയ്യുന്നത്? പക്ഷെ ബേബിയുടെ ഇഷ്ടം എനിക്ക് പ്രധാനപ്പെട്ടതാ. ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. പിന്നെ സൈസാറിന് ഇപ്പോഴത്തെ ലോ അറിയാലോ, ഒരു പെണ്ണിന് ഏത് തെണ്ടിയാണെങ്കിലും കേട്ടാ. കഷ്ടാർത്ഥത്തിന് ലോ അതായി. അപ്പൊ ഇവനൊരു പണിയൊക്കെ ആയിട്ട് നിങ്ങളുടെ വീട് മെച്ചപ്പെട്ടെന്ന് എനിക്ക് ബോധ്യം വരുന്നൊരവസ്ഥയില് നമുക്കത് സംസാരിച്ചാ പോരെ? I love it. ഇട്ടിലായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് കറക്റ്റ് നോക്കുമ്പോ ഉണ്ടല്ലോ ശരിക്കും ഒരു സൈഡിൽ നിന്ന് അങ്ങനെ തന്നെയാ തോന്നുന്നത് കേട്ടോ. മാനറിസം ഉണ്ട്, ചില മാനറിസം കണ്ണും കറക്റ്റ്. ഇതൊക്കെ അപ്പൊ സച്ചിൻ 12th സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് തന്നെ ഇതൊക്കെ തുടങ്ങിയില്ലേ? അപ്പൊ എന്താ തോന്നുന്നത്, ഇപ്പൊ സച്ചിൻ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കണ്ടോ അല്ലാതെ പഠിച്ച്? ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്ന ഒരാളായിരുന്നു. ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് എന്ന് പറയുന്ന ഈ ആക്ടിങ്, പാട്ടൊക്കെ തന്നെ ഈ ഫീൽഡ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഫുൾ ടൈം ആയിട്ട് ഈ കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള രീതിയിലോട്ട് ഇറങ്ങിയതാ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഏണിങ്സ് ഉണ്ട്. ഒരാളെയും കൂടെ പരിചയപ്പെടാൻ, ജോബിൻ അല്ലേ? യെസ്. ഹായ് ജോബിൻ. ജോബിൻ പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൊഫഷനും സോഷ്യൽ മീഡിയയും കൂടെ ഒരുമിച്ച് കൊണ്ടു നടക്കുവാണോ അതോ സോഷ്യൽ മീഡിയ മാത്രമായിട്ടാണോ കൊണ്ടു നടക്കുന്നത്? അല്ല, ഞാൻ രണ്ടും ഒരുമിച്ചാണ് കൊണ്ടു നടക്കുന്നത്. എന്താ ജോലി? ഞാൻ ഹുണ്ടായിൽ വർക്ക് ചെയ്യാണ്, അവിടുത്തെ സർവീസിലാണ്. നൈസ്. എവിടെയാ സ്ഥലം? എവിടെയാ? ഇവിടെ വൈറ്റില് തന്നെ. ശരി. അപ്പൊ എവിടുന്ന് സമയം കിട്ടുന്നു ഇതൊക്കെ ചെയ്യാൻ വേണ്ടി? റീൽസും കാര്യങ്ങളൊക്കെ ഓഫീസിൽ ചെയ്യാറുണ്ടോ? ഓഫീസ് ടൈമില്
വർക്കിൽ തന്നെ ആയിരിക്കും. അവിടെ നമുക്ക് പലതരത്തിലുള്ള കസ്റ്റമേഴ്സ് വരും. അതെ. അപ്പൊ അവര് നമുക്ക് ചിലര് നല്ല കസ്റ്റമേഴ്സ് ആയിരിക്കും, ചിലര് നല്ലപോലെ പ്രശ്നക്കാരുണ്ടായിരിക്കും. അപ്പൊ അതെല്ലാം നമ്മൾ ക്യാപ്ചർ ചെയ്യും, എന്നിട്ട് നമ്മൾ ഇത് കണ്ടന്റ് ഒബ്സർവേഷൻ. ഞാനൊരു ക്യാപ്ചർ എന്ന് പറഞ്ഞ വീഡിയോ ക്യാപ്ചർ. അല്ലല്ല, ജോബിനെ നമ്മൾ എല്ലാരും ഒന്ന് സൂക്ഷിക്കണം, കാരണം ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാന്നാ പറഞ്ഞത്. പ്രോബബ്ലി ഇനി ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ഒരാളുടെ ലൈഫായിരിക്കും അവിടെ കണ്ടന്റ് ആയിട്ട് കയറാൻ പോകുന്നത്. കുഴപ്പമില്ല. ഞാൻ സച്ചിനോട് പറഞ്ഞായിരുന്നു ആ കാര്യം. അടിപൊളി. മൈക്കല്ല ഒരു ഷേക്കാൻ തരാൻ വേണ്ടിയാണ്. എനിവേസ് വെൽക്കം ദ ഹോൾ ടീം ടു കോമഡി മാസ്റ്റർ.